ഹലോ! അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോയില് നമ്മുടെ രേവതി ഒരു ചേച്ചീനേം കൂടെ നമ്മുടെ ബിരിയാണിക്കട കടയിലാട്ടോ ഇറച്ചി മേടിക്കാൻ വരുന്നത്. അപ്പൊ രേവതി ആദ്യം ഫോൺ കോളിലായിരിക്കുവേ. ഇപ്പൊ ഈ ചേച്ചിയാണ് നമ്മുടെ ബിരിയാണിക്കട കടയിലേക്ക് ഇറച്ചി മേടിക്കാൻ വരുന്നേ. അപ്പൊ ബിരിയാണിക്ക് ചോദിക്കുന്നുണ്ട്, "എന്താ സ്പെഷ്യല്? എന്താണ് വിശേഷം?" എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, "ദേ ആ ഫോൺ ചെയ്യുന്ന പെണ്ണിന് വേണ്ടിയാ" എന്ന് പറയുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നോക്കുമ്പോൾ രേവതി കേട്ടോ. രേവതി വന്ന് കാണുമ്പോൾ തന്നെ കടയിലേക്ക് ഉള്ളിലേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ബിരിയാണിക്ക് തലയിൽ കൂടി തോർത്തൊക്കെ ചുറ്റി ആളറിയാത്ത രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വിലയൊക്കെ ചോദിക്കുമ്പോൾ ആംഗ്യത്തിലാട്ടോ കാണിക്കുന്നതൊക്കെ. അപ്പൊ നമ്മുടെ രേവതി ഇതെന്താണിത് എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയാ ചന്ദ്രോദയം വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കൽ മേളമാണ് മക്കളെ. അപ്പൊ നമ്മുടെ ചന്ദ്രമതി വർഷയോട് പറയുന്നുണ്ട്, നീയും രേവതിയും കൂടി ഉടക്കിലല്ലേ, അപ്പൊ അവരവരുടെ സന്തോഷത്തിന് ഉണ്ടാക്കുന്ന ബിരിയാണി നീ എങ്ങനെ കഴിക്കും എന്ന് നമ്മുടെ വർഷയോട് പറയുന്നുണ്ട്. അപ്പൊ വർഷ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും കൂടെ നമ്മുടെ ശ്രീകാന്തും വർഷയും നമ്മുടെ രേവതിയും അച്ഛനും എല്ലാവരും കൂടെ ഒരു കിടിലൻ ബിരിയാണി തയ്യാറാക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ. അപ്പൊ അതിന്റെ മണം അടിച്ചിട്ടാണെങ്കിലും നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒന്നും നിൽക്കാനേ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ ദുഷ്ടാ, നീ കാരണം എനിക്ക് ആ ബിരിയാണിയും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇന്നാണെങ്കിലും ഒരു പ്രത്യേക മണം എന്നൊക്കെ പറഞ്ഞ് ഇവർ മൂന്നുപേരും കൂടെ മണം പിടിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.